കുറച്ച് പേര് വരട്ടെ. 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുണ്ട്. നമ്മളൊക്കെ ഈ പൊതുസമൂഹത്തില് മനുഷ്യന്മാരായിട്ട് തന്നെ ജീവിക്കുന്ന ആളുകളല്ലേ എന്ന് തോന്നിപ്പോയി. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മള് ഇരുകാലി മനുഷ്യരാണെങ്കിൽ പോലും നമ്മള് മൃഗങ്ങളെന്നൊക്കെ പറഞ്ഞാല് മൃഗങ്ങള് എത്രയോ ഭേദമാണെന്ന് നമുക്ക് തോന്നും. കാരണം മൃഗങ്ങള് ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ മറ്റൊരു ജീവിയെ ഉപദ്രവിക്കാറുള്ളൂ. ഞാൻ ഇന്നലെ വളരെ വേദനിക്കുന്ന ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇട്ടു, ഫേസ്ബുക്ക് പേജിലും ഇട്ടു, യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു വിട്ടു. പല ആളുകളും അത് ഷെയർ ചെയ്തു, സപ്പോർട്ട് ചെയ്തു. മധു സുധനം ഹായ്, അലി അജി തങ്കപ്പൻ ഹായ് അജി, അച്യുതാനന്ദൻ ഹായ്, സുജിത്ത് ഇന്ന് എന്താണ് ടീച്ചർ പറയാം, സന്തോഷ് ഉണ്ണിത്താൻ ഹായ്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം അരുളുന്നു. ഇന്നലെ എൻ്റെ അടുത്ത കസിനാണ് ഒരു അപകടം പറ്റി. ചാവക്കാട് തൃശ്ശൂർ ജില്ലയാണ്, അണ്ടത്തോട് പാപ്പാളിയിലാണ് ആള് ജീവിക്കുന്നത്. ആളിന്റെ പേര് ഷെരീഫ് എന്നാണ്, മേത്തി ഷെരീഫ്. അവരുടെ ഫാമിലി പേരാണ് മേത്തി. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കച്ചവടം, മത്സ്യബന്ധനമാണ് ജോലി. അങ്ങനെ മത്സ്യം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൈക്കും, അദ്ദേഹം ബൈക്കിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യാം. ബൈക്കുമായിട്ട് ഇറങ്ങി. ആള് മറ്റാരുമല്ല, എൻ്റെ ഇക്കാടെ സഹോദരിയുടെ ഭർത്താവാണ്, എൻ്റെ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ്. അപ്പം എൻ്റെ സഹോദരനായിട്ട് വരും. ആള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് അദ്ദേഹത്തിന് എന്തോ വല്ലാതെ പോലെ തോന്നിയിട്ടുണ്ടാകണം. അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പുറത്ത് തന്നെ കമിഴ്ന്ന് കിടന്നു. വണ്ടി ഒരു സ്ഥലത്തേക്കൊന്ന് ചരിച്ചു വെച്ചിട്ട് ആളുകളൊക്കെ കൂടി, എന്താണെന്ന് അറിയില്ലല്ലോ, വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് ഒരാള് ചരിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്കുന്നു. അദ്ദേഹത്തിന് എന്ത് തോന്നിയിട്ടാണോ? വേഗം തന്നെ ആൾക്കാരൊക്കെ കൂടി ഓടി വന്നു. അവർ ഇദ്ദേഹത്തെ എടുക്കുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ മൂക്കിൽ കൂടെയും വായി കൂടെയും ഒക്കെ ബ്ലഡ് വരുന്നുണ്ട്. വേഗം ഇവരെടുത്ത് വീട്ടുകാരെ അറിയിച്ചിട്ട് തൃശ്ശൂർ ദയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവര് നോക്കുമ്പോൾ ഏറ്റവും നല്ല ചികിത്സ കിട്ടണം എന്ന് മാത്രമേ ഏതൊരാളും അങ്ങനെ തന്നെ ചിന്തിക്കൂ. പിന്നെ അടുത്ത് നല്ല സൗകര്യം. അങ്ങനെ ദയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആളെ അഡ്മിറ്റ് ചെയ്തു. ആളെ അപ്പോൾ തന്നെ അവര് വെന്റിലേറ്ററിലേക്ക് കയറ്റി. അപ്പോ തലച്ചോറിലെ ഞരമ്പ് പൊട്ടിപ്പോയതാണ്. പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല. പറഞ്ഞു വരുന്നത്, നമ്മളിൽ ആർക്കും വരാവുന്ന ഒരു രോഗം. നമ്മൾ ഇന്ന് ആരോഗ്യമുണ്ട്, നമുക്ക് നാളെ നമ്മുടെ അവസ്ഥ നമുക്കറിയില്ല. നമ്മൾ വീട്ടിൽ നിന്നും ടാറ്റ പറഞ്ഞ് ഇറങ്ങുന്നു, നമുക്കറിയില്ല നാളത്തെ നമ്മുടെ ഗതി എന്താകുമെന്നൊന്നും. നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ലൈഫ് ടൈം വാലിഡിറ്റി നോക്കുന്നു. ഒരു വീട് വെക്കുമ്പോൾ, ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ നാളെ നേരം വെളുപ്പിക്കും എന്ന് ഉറപ്പില്ലാത്ത നമ്മള് എല്ലാത്തിനും വാലിഡിറ്റി നോക്കുന്നുണ്ട്. നമ്മുടെ വാലിഡിറ്റി നമുക്കൊട്ട് അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. ഒരു ആക്സിഡന്റ് സംഭവിച്ചതല്ല, ആരെങ്കിലുമായിട്ട് തല്ലും പിടിയും ഉണ്ടാക്കിയതല്ല, ആരെങ്കിലും ഉപദ്രവിച്ചതല്ല, പെട്ടെന്ന് സംഭവിച്ചതാണ്. എന്തായാലും അവർ വെന്റിലേറ്ററിൽ വെച്ചു. കഴിഞ്ഞ ഒരു 27-ാം തീയതിയാണെന്ന് തോന്നുന്നു സംഭവിക്കുന്നത്. അങ്ങനെ ഓവർ ബില്ല് വന്നു. ദയാ ഹോസ്പിറ്റലാണ്, മെഡിക്കൽ കോളേജിലേക്ക് പോലും ഇവർക്ക് ഈ മനുഷ്യനെ ഒന്ന് മാറ്റണമെങ്കിൽ ദയാ ഹോസ്പിറ്റലിലെ ബില്ല് കംപ്ലീറ്റ് ചെയ്യണം. ഇവര് നാട്ടുകൂട്ടത്തിന് പിരിവിട്ടു. നാട്ടിലൊക്കെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെയായി കുറെ ആളുകൾ പിരിച്ച് പറക്കി എല്ലാവരും സഹായിച്ച് കുറച്ച് പൈസ
ദിവസവുമുള്ള മെഡിസിന്റെ പൈസയെങ്കിലും അടച്ചുകൊണ്ടിരുന്നു. വീക്കിലി ബില്ല് വന്നു, ലക്ഷങ്ങളാണ്. ഇദ്ദേഹത്തിന് അടയ്ക്കാൻ യാതൊരു മാർഗവുമില്ല. വളരെ പരാധീനതയിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. 2 പെൺമക്കളുണ്ട്. ഒരു മോളെ, 2 പെൺമക്കളെയും കെട്ടിച്ചു. ഒരു മോള് ഡിവോഴ്സ്ഡായി വീട്ടിലുണ്ട്. മറ്റേ മോളാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അദ്ദേഹത്തോടൊപ്പം. ആ പെൺകുട്ടിക്കാണെങ്കിൽ 3 ചെറിയ മക്കളാണുള്ളത്. ചെറിയ കുട്ടി. ആ 3ാമത്തെ ആൺകുട്ടിയാണെങ്കിൽ പാല് കുടിക്കുന്ന കുട്ടിയാണ്. മുമ്പുള്ളത് ചെറിയ 2 പെൺകുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെയും ഒക്കെ ഇട്ടിട്ടാണ് പിതാവിനോടൊപ്പം ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നത്. പെൺകുട്ടിയുടെ ഭർത്താവുമുണ്ട്. ഇവര് വളരെ പാവപ്പെട്ട കുടുംബമാണ്. ചുരുക്കി പറഞ്ഞാല് ഹോസ്പിറ്റലിലെ ബില്ല് ഇവരെ കൊണ്ട് കെട്ടാൻ ഒരു രക്ഷയുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന രൂപത്തിൽ ആള് റിക്കവർ ആയിട്ടില്ല. കഫം വന്ന് കെട്ടി, ന്യൂമോണിയ ആയി, പനിയായി, ലൂസ് മോഷനായി, പിന്നെ തൊണ്ടയുടെ അവിടെ ഒരു സർജറി ചെയ്ത് അതുവഴി കൃത്രിമമായിട്ടാണ് ഇപ്പോൾ ശ്വസിക്കുന്നത്. സംസാരശേഷി പോയി, ഓർമ്മശക്തി ഫുള്ള് നഷ്ടപ്പെട്ടു പോയി. ഒരു ഭാഗം സ്ട്രോക്ക് വന്നു. ഇപ്പൊ ഹോസ്പിറ്റലുകാർ പറയുന്നത് മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് കിട്ടിയാൽ അദ്ദേഹം രക്ഷപ്പെടുമെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജീവിച്ചിരിക്കുന്നവർ അദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുക്കുമോ? നിസ്സഹായതയോടെ നമ്മൾ നോക്കി നിൽക്കുമോ? അദ്ദേഹം അങ്ങ് മരിച്ചോട്ടെ, ഇനി ജീവിച്ച് പഴയതുപോലെ നമുക്ക് തൊഴിലൊന്നും എടുത്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും അങ്ങനെ നിൽക്കുമോ? നോക്കി നിൽക്കില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ അദ്ദേഹത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കും. ഞാന് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നതാണ് ഒരു ചാരിറ്റി ചെയ്യണമെന്ന്. അങ്ങനെ പല ആളുകളെയും വിളിച്ചു. അപ്പോൾ അവരൊക്കെ ഷെയർ ചെയ്യാം, ടീച്ചർ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്താൽ എന്താകുമെന്ന് എനിക്കറിയില്ല. അല്ല, കുഴപ്പമില്ല, ടീച്ചർ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ ഈ ചാരിറ്റിക്കാർ പറഞ്ഞു. ശരി, എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ നിന്നിട്ട്, അദ്ദേഹം ഇപ്പം സ്റ്റെപ്പ് ഡൗൺ ICUലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ വെന്റിലേറ്ററിലായിരുന്നു. അപ്പൊ അതിനും നല്ല പൈസയുണ്ട്, നമുക്കറിയാമല്ലോ, ഹോസ്പിറ്റല് ഒക്കെ നല്ല പൈസയാണ്. അവിടെ നിന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു, ഫേസ്ബുക്കിൽ വിട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയതും ചിന്തിപ്പിച്ചതും നിങ്ങളെ ചിന്തിപ്പിക്കേണ്ടതുമായിട്ടുള്ള വസ്തുതകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വളരെ നല്ല രൂപത്തിലാണ് റെസ്പോണ്ട് ചെയ്തത്. വളരെ നല്ല രൂപത്തിൽ കഴിയുന്നത് സഹായിക്കാം, എത്രയും പെട്ടെന്ന് റിക്കവറായി വരട്ടെ, എല്ലാ മനുഷ്യനും സംഭവിക്കാവുന്നതാണ്, എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് ആശ്വാസം കിട്ടട്ടെ, ആ മനുഷ്യന് സുഖം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ചില മുസ്ലിങ്ങൾ വന്നിട്ടിട്ട കമന്റ് ഉണ്ടല്ലോ, ഹൃദയം പൊടിഞ്ഞു പോകും. ഇവരിലെ മനുഷ്യത്വം എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അദ്ദേഹം ഒരു സംഖ്യയല്ല, അദ്ദേഹം ഒരു BJP കാരനല്ല, അദ്ദേഹം ഒരു മതം വിട്ട ആളല്ല, മതവിമർശകനല്ല. പൂർണ്ണമായും മതത്തിൽ നിൽക്കുന്ന വിശ്വാസികളുടേതായിട്ടുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും കൃത്യമായ രൂപത്തിൽ ഫോളോ ചെയ്തു പോകുന്ന തികഞ്ഞ ഒരു മതവിശ്വാസിയായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തു, അത്രേ ഉള്ളൂ. അതില് ആരെങ്കിലും ചെയ്യാൻ മുന്നോട്ട് വരണ്ടേ? ആരും വന്നില്ല. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു. എന്നിട്ട് അതിന്റെ താഴെ, ജാമിദ, നിനക്ക് ശാഖയിലെ വെടിപ്പുരയിൽ നിന്ന് കോടിക്കണക്കിന് പണം കിട്ടുന്നുണ്ടല്ലോ, നീ എത്ര രൂപ കൊടുത്തു എന്ന് തെളിയിച്ചാൽ ഞാൻ 5000 രൂപ ഇടാമെന്ന്. എന്തിതിന് മറുപടി പറയാ? സംഖ്യയല്ലേ, അതുകൊണ്ട് ഇവൾക്ക് നല്ല നോവുമെന്ന്. ഇവനോടൊക്കെ എന്ത് മറുപടിയാ പറയാ? പിന്നീട് VK ബൈജു എന്റെ സുഹൃത്താണ്. അപ്പോ ഞാനിങ്ങനെ വല്ലാതെ വിഷമിച്ച് വീഡിയോ ചെയ്യുന്നത് കണ്ടു. ബൈജു എന്നെ വിളിച്ചു. ബൈജു ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. ബൈജു എന്നെ വിളിച്ചു. ആശയമോ ആദർശമോ മതമോ രാഷ്ട്രീയമോ എന്തു തന്നെ ആകട്ടെ, വ്യക്തിബന്ധങ്ങളാണ് സുദൃഢമാക്കേണ്ടത് എന്ന വിശ്വാസക്കാരിയാണ് ഞാൻ. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അയാളുടെ ജാതിയും മതവും രാഷ്ട്രീയവും ചെകഞ്ഞ് പോകൽ എന്റെ ജോലിയല്ല. ഞാൻ ഇന്നും ചെയ്യില്ല, നാളെയും ചെയ്യില്ല. പക്ഷേ നമ്മുടെ വിശ്വാസികൾ ഉണ്ടല്ലോ, വല്ലാത്ത സൈസ് തന്നെ അവര് കേട്ടാ. മരിച്ചു കിടന്നാൽ പോലും അവന്റെ തുണി പൊക്കി മതം നോക്കുന്ന ഒരു വിഭാഗം ഇവരല്ലാതെ ഇല്ല. അതിനകത്ത് പലരും വന്നിട്ട് കമന്റ് ഇട്ടേക്കാണ്. കൃത്യമായിട്ട് ഇവളാണ് പറയുന്നത്, മതമില്ലാത്തവളാണ്, നോക്കിക്കൊടുക്കണേ. അതിനകത്തിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഡ്രസ്സാ.
ആ വീഡിയോയ്ക്കകത്തിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൾ ഹർഷിത എന്ന പെൺകുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടാണ്. അതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ചോദിക്കണം, ജാമിദ നിങ്ങളുടെ ആരാണ്, ജാമിദ നിങ്ങളെ എന്തെങ്കിലും ഫിനാൻഷ്യലി സഹായിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ഉപദ്രവം ചെയ്തിട്ടുണ്ടോ ഒന്ന് ചോദിക്കണം. എന്നിട്ടല്ലേ നിങ്ങൾ എന്നെ തെറി പറയുക. ഇനി ഞാൻ ആലോചിച്ചു പോകുന്നത് അതുമല്ല, നാളെ എനിക്കാണിത് വന്നതെങ്കിൽ ഇവരെന്ത് പറയുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സുഖമില്ലാതെ കിടക്കുന്ന വ്യക്തി ഷെരീഫ്, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലസിത പാലക്കൽ. ലസിത പാലക്കലിനെ കുറിച്ചിട്ട് കണ്ടമാനം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ എപ്പ കണ്ടാലും അവള് മറ്റവള് അങ്ങനെ ചാണകം പറഞ്ഞ ഇങ്ങനൊക്കെ തന്നെ പറയാം. ഇന്നലെ ഞാൻ ലസിതയെ വിളിച്ചു. ലസിത, നിന്റെ ഒരു വിമർശകൻ ഉണ്ടായിരുന്നു, എന്റെ കസിനാണ്, അദ്ദേഹത്തെ ഇങ്ങനെ അയ്യോ ടീച്ചറെ എന്താ പറ്റിയേ, ഫസ്റ്റ് ചോദിച്ച ചോദ്യമാണ് പെണ്ണ്. വിമർശനങ്ങൾ ഉണ്ടാകട്ടെ ടീച്ചറെ, നമ്മൾ മനുഷ്യരല്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചതാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരുടെ ഒക്കെ മനസ്സില് മനുഷ്യൻ ആ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ആശയം പറയും, ആദർശം പറയും, അത് നമുക്കൊക്കെ പറയാനുള്ളതാ. പ്രവർത്തിക്കേണ്ടത് മാനുഷികമായിരിക്കണം. എന്നിട്ട് ലസിത പാലക്കൽ പറഞ്ഞു എന്നോട്, ഞാൻ എന്റെ പേജിൽ ഷെയർ ചെയ്യാം ടീച്ചറെ, ഞാനൊരു വീഡിയോയോ ലൈവോ ചെയ്യണമെങ്കിൽ ഞാൻ അതും ചെയ്യാം. മറ്റൊരാളാണ് റീന, ഇസ്രായേലിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന് റീന അത് പറയും, ഇത് പറയും, മറ്റേത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ, അദ്ദേഹം തന്നെ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് റീനയെ കുറിച്ച്. പക്ഷേ റീന ഇന്നലെ എനിക്കിട്ട വോയിസ് ഉണ്ടല്ലോ, എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ റീനയോട് ഇങ്ങനെ പറഞ്ഞു, റീന, ഇങ്ങനെ എൻ്റെ കസിനാണ്, ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചു പോയി, നമുക്ക് എല്ലാവർക്കും കൂടി തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോ റീന പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് നമ്മൾ കരിങ്കല്ലിൽ കൊത്തിവെക്കണം. റീന എനിക്കിട്ട വോയിസ് ആണ്, ഞാനത് എടുത്ത് പബ്ലിക്കിൽ ഇടുന്നതൊന്നും ശരിയല്ല. എന്നാലും റീനയെ വെറുക്കുന്ന, റീന അങ്ങനത്തവളാണ്, ഇങ്ങനത്തവളാണ്, മറ്റവളാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഒന്ന് കേൾക്കേണ്ടതാണ്. നമുക്ക് ഒരപകടം, ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട് അത് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ കൂടെ ആര് നിൽക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ മനുഷ്യൻ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്ന് പെടയുന്നു. എങ്ങനെ ബില്ലടയ്ക്കും? സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെ ഡിസ്ചാർജ് ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാത്ത രൂപത്തിൽ നോക്കാൻ ഒരു മുറി പോലും ആ വീട്ടിലില്ല. അത്രയ്ക്ക് പരിതാപകരമായി വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കുടുംബം. എന്താണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ അല്ലേ? ഈ സാഹചര്യത്തിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തുമാത്രം രൂപത്തിലുള്ള ദ്രോഹങ്ങളാ ചെയ്യുന്നതെന്ന് നോക്കിയേ. നിനക്കൊന്നും സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്തിനു ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്കാതെയെങ്കിലും വിട്ടൂടെ ആ പാവങ്ങളെ? എല്ലാവരുടെയും ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി എന്നാ ഈ പറയുന്ന ആരെങ്കിലും നിങ്ങൾ സഹായിക്കുമോ? അതുമില്ല. ഞാൻ വീഡിയോ കണ്ടായിരുന്നു ചേച്ചി, ഞാൻ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ ഈ ചാരിറ്റി വീഡിയോകളൊന്നും ഷെയർ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിൽ ഞാനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ അറിയാവുന്നവർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാം. വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കാൻ പറ. ആ ചേച്ചിയോട് പറഞ്ഞ് ബലപ്പെടുത്ത് ചേച്ചീനെ ഈ സമയത്ത്. ഓക്കെ, ഒന്നിനോർത്തും ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞേരെ. ടെൻഷൻ ഒന്നും പറയാറില്ലല്ലോ ഈ സമയത്ത്. നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുക തന്നെ ചെയ്യും. ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, വീഡിയോ കണ്ടായിരുന്നു ചേച്ചി, ഞാൻ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം. ഇത്രയും പറയാൻ ഒരു ക്രിസ്ത്യാനി പെണ്ണിന് കഴിഞ്ഞു. ഞാൻ ഇവിടെ മതം പറഞ്ഞേ പറ്റൂ, അതുകൊണ്ടാണ് ഇവിടെ മതം പറയുന്നത്. ഒരു ക്രിസ്ത്യാനി പെണ്ണ് പറയുവാണ്, ആ വീട്ടുകാരെ ബലപ്പെടുത്ത്, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്ക്, ടെൻഷൻ ആകരുത് എന്ന് പറയ്. ടെൻഷൻ ഒന്നിനും പരിഹാരമല്ലല്ലോ. തുടക്കത്തിൽ പറഞ്ഞെന്താ? എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം. എന്ത് നല്ല വാക്കാണ് നോക്കിയേ. അവരുടെ മതവും അവര് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവുമാണ് അവരെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ഇത് ഞാനാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത് എന്നതുകൊണ്ട് ആ മനുഷ്യനോട്, ആ രോഗിയോട്, ആ വീട്ടുകാരോട് എത്ര വലിയ ക്രൂരതയാണ് ഇവര് ചെയ്യുന്നത് നോക്കിക്കേ. അവരാരും ഇവരോട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഞാൻ അതിനകത്ത്, ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്, എന്നോട് നിങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള വെറുപ്പുണ്ടെങ്കിലും ശരി, ഈ സന്ദർഭത്തിൽ നിങ്ങൾ ആ മനുഷ്യനോട് വെറുപ്പ് കാണിക്കരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യണം. എന്നിട്ട് വേറെ
ഒരു നൗഫൽ MT എന്ന് പറയുന്ന ഒരാൾ വന്ന് പറഞ്ഞേക്കാം. ആ കമന്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിടപ്പുണ്ട്. ന്യൂ ബിസിനസ്. കേടാ നൗഫലെ, നീ നിന്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും വച്ച് ബിസിനസ് ചെയ്യുന്നവനായിരിക്കും. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് പോരാടുമ്പോൾ ആ മനുഷ്യന്റെ സുഖമില്ലാത്ത ഒരു വശം സ്ട്രോക്ക് വന്ന ബോഡിയെങ്കിലും ഒന്ന് വിട്ടുകിട്ടിയെങ്കിൽ ഈ ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന ഈ കുടുംബം പ്രയാസപ്പെടുമ്പോൾ ഇതൊരു ബിസിനസ് ആണ് എന്ന് പറയാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നീ 5 നേരം നമസ്കരിക്കുന്ന, നീ വിശ്വസിക്കുന്ന കാരുണ്യവാനായ അള്ളാഹു നിന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണോ? ആണോ? നീ മറ്റുള്ളവരുടെ ഒക്കെ കണ്ണുനീരുകൾ വെച്ച് ബിസിനസ് ചെയ്ത് ജീവിക്കുമോ? ഇവർക്ക് വരുന്നതിൽ ഒരു നാണയത്തുട്ടും എനിക്ക് വേണ്ട. അവരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്. ആ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാമല്ലോ. എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ആകാൻ പറ്റുന്നത്? നമുക്കൊരു പക്ഷേ ഇന്ന് ആരോഗ്യമുണ്ടാകും, ഇന്ന് നമ്മൾ കുളിച്ചു, നാളെ നമ്മളെ കുളിപ്പിക്കുമായിരിക്കും. ഇന്ന് നമ്മൾ വസ്ത്രം ധരിച്ചു, ഈ വസ്ത്രം ഊരുമെന്ന് നമുക്ക് ഉറപ്പില്ല. നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ ബട്ടൺസ് നമ്മൾ ഊരുമെന്ന് നമുക്ക് ഉറപ്പില്ല. അത്രമാത്രം ലളിതമായ, വളരെ ഒരു കാറ്റാടിക്കഴയുടെ പോലും ബലമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടേത്. അത് വെച്ചിട്ട് വല്ലാതെ അഹങ്കരിക്കരുത്. ഞാനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും മേലെ എന്ന അഹംഭാവം കാണിക്കരുത്. നീ വെടിപ്പുരയിൽ നിന്ന് കിട്ടിയ പണം നീ എത്ര അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് 5000 കൊടുക്കാമെന്ന് പറയുന്നവനുണ്ടല്ലോ, അതും ഒരു കോയയാ. നിന്റെ ആ 5000ത്തിന് എന്ത് വിലയുണ്ട്? ആ കോടികൾ നിനക്ക് ഉപകരിക്കാത്ത ഒരു ദിവസം വരും. ആ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് പണം നിനക്ക് ഉപകരിക്കാത്ത ഒരു നാള് വരും. നിന്റെ ആരോഗ്യം നിന്നെ എഴുന്നേറ്റ് നടത്താൻ അനുവദിക്കാത്ത ഒരു ദിവസം വരും. അങ്ങനെ മനുഷ്യൻ സ്വയം മറന്ന് അഹങ്കരിക്കരുത്. അത് ശരിയായ ഒരു രീതിയല്ല. എല്ലാ ആളുകളും വളരെ നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്തു. കഴിയുന്നവര് പൈസ ഇട്ടു, കഴിയാത്തവര് ഞങ്ങളത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു, നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്ന് ഓരോരുത്തരും പറഞ്ഞു. എല്ലാവരും, ഏതാണ്ട് എല്ലാ മുസ്ലിം ആളുകളും ഇങ്ങനെ പറഞ്ഞവരല്ല കേട്ടോ. എല്ലാ മുസ്ലിങ്ങളും നല്ല രൂപത്തിൽ സഹായിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അവരൊക്കെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെ ചില പുഴുക്കുത്തുകളുണ്ട്. അതിനകത്ത് യൂസർ ZR എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് ശരിക്ക് അന്വേഷിച്ച് പണം കൊടുക്കുക. ഒരു ദൈവത്തിലും വിശ്വാസമില്ലാത്ത ഇവളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? എടാ, എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ദയാ ഹോസ്പിറ്റൽ എന്നല്ലേ ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വിളിക്കാമല്ലോ. അത്രയ്ക്ക് സത്യം അറിഞ്ഞിട്ട് സഹായിക്കേണ്ടവരാണെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം. വെന്റിലേറ്ററിൽ ഷെരീഫ് എന്ന ഒരാളുണ്ടോ? അയാളെ സ്റ്റെപ്പ് ഡൗൺ ICUലേക്ക് മാറ്റിയിട്ടുണ്ടോ? ബില്ലുണ്ടോ അടയ്ക്കാൻ? ആ കുടുംബം എങ്ങനെയാണ്? അപ്പോൾ ബില്ല് അടച്ചോ? ഇപ്പോൾ പെൻഡിങ് ബില്ലുണ്ടോ? രോഗിക്ക് ചികിത്സ തടസ്സപ്പെട്ടിട്ടുണ്ടോ? എന്തിന്റെ പേരിലാണ് നിങ്ങൾ രോഗിക്ക് ചികിത്സ തടസ്സപ്പെടുത്തിയത്? ബില്ല് അടയ്ക്കാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാത്തത്? അതാ ചോദിക്കേണ്ടത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പറയുന്ന ആളുണ്ടല്ലോ, 1 രൂപ പോലും സഹായിച്ചിട്ടുണ്ടാവില്ല. അയാള് സഹായിക്കത്തുമില്ല, മറ്റുള്ളവർ സഹായിക്കുന്നതിൽ നിന്നും പിൻവലിക്കുകയും ചെയ്യും. ഇങ്ങനെ കുറെ ക്യാൻസറുകളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നിട്ട് ആ രോഗി എന്ന് പറയുന്ന ആളെ കുറിച്ച് അന്വേഷിച്ച് അയാളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇടാൻ ശ്രമിക്കുക എന്ന് ഇവൻ ഇട്ടോ. അതിനകത്ത് ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, വിളിക്കാമല്ലോ. ആ രോഗിയും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ് ചോദിച്ചൂടെ? അതായത് ഈ കമന്റ് കാണുമ്പോൾ മറ്റുള്ളവരാരും പൈസ കൊടുക്കരുത്. ആ രോഗി മരിച്ചു പോയിട്ട് വീട്ടിൽ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരും വന്നു പോകരുത്. ആ കുടുംബത്തെ സമാധാനിപ്പിക്കാനാണെന്ന് പറഞ്ഞു വന്നു പോകരുത്. കാരണം മുട്ടാത്ത വാതിലുകളില്ല. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വിളിക്കാവുന്ന ആളുകളെ ഒക്കെ വിളിച്ചു. സംസാരിക്കേണ്ടവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഫിനാൻഷ്യൽ സപ്പോർട്ടാണെന്ന് പറയുമ്പോൾ അതില് ഇടയ്ക്ക് ഇന്നലെ ഞാൻ സന്ദീപ് വാര്യരെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അദ്ദേഹം ഒരു പ്രോഗ്രാമിലാണ്, ഇലക്ഷൻ പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞു. ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ നിർത്തിയിട്ട് തന്നെ ദയാ ഹോസ്പിറ്റലിലെ ജയരാജൻ സാറിനെ വിളിച്ചിട്ട് അവരെ പാവത്തുങ്ങളാണ്, എന്തെങ്കിലും ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് അത്രയും തോന്നി. ഇനി തിരിച്ചായിരുന്നെങ്കിലോ, ഒരു സംഖ്യക്കോ ഒരു മതരഹിതനോ ആണ് ഇങ്ങനെ ഒരു ആവശ്യം വന്നിരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു മതപുരോഹിതനോട് ഇന്ന ഹോസ്പിറ്റൽ ഇക്രയിലാണ്,
അതല്ലെങ്കിൽ മിംസിലാണ്, ബേബി മെമ്മോറിയലാണ്, നമ്മുടെ ഹോസ്പിറ്റലാണല്ലോ, ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചാൽ മതത്തെ പറഞ്ഞതിന് അള്ളാഹു തന്നതാ കൊണ്ടുവച്ച് അനുഭവിച്ചു എന്ന് പറയും. ഇവരിൽ എത്ര പേര് സഹായിക്കാൻ തയ്യാറാകും? മനുഷ്യനാകണം, പച്ചയായ മനുഷ്യനാകണം. എല്ലാവർക്കും അതിന് കഴിഞ്ഞൊന്നും വരില്ല. എന്നിട്ട് വേറെ ഒരുത്തം വന്നിട്ട് ഇത് ടീച്ചറാണെന്നും ഈ ചാരിറ്റി ഇവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഇവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിരിക്കുക. ഇത് ടീച്ചറെന്നും അല്ല, 10ാം ക്ലാസ് മാത്രം പഠിച്ച് തോറ്റ സ്ത്രീയാണെന്നും അവരെ ചിലർ എഴുതി കൊടുത്ത് പറയിപ്പിക്കുന്നതാണ്, ചിലർ കൊണ്ട് നടന്ന് അങ്ങനെ ആയതാണ്. വല്ല ബന്ധവുമുണ്ടോ? ഈ മനുഷ്യനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. ഷെയർ ചെയ്യാൻ മനസ്സുണ്ടോ? അതില്ലേ, വേണ്ട, ചെയ്യണ്ട. അത്രയല്ലേ ഉള്ളൂ കാര്യം. ഇവരൊക്കെ ഏത് രൂപത്തിലുള്ള മനുഷ്യന്മാരാണെന്ന് നോക്കിക്കേ. പല ആളുകളും സഹായിച്ചു കേട്ടോ, ഇല്ലെന്നല്ല. ഇന്നലെയും ഇന്നുമായി ബൈജു വീഡിയോ ചെയ്തു. നമ്മുടെ വിപിൻ ലാലിനെ വിളിച്ചിട്ട് വിപിൻ ലാലെ ഒന്ന് ചെയ്യണേ എന്ന് പറഞ്ഞു, വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. എരിവും പുളിവിലുമേ പ്രവീണിനെ വിളിച്ചു, പ്രവീൺ ചെയ്യാമെന്ന് പറഞ്ഞു. സിജോയെ വിളിച്ചു. സിജോ മുമ്പ് കർമ്മയിൽ ഉണ്ടായിരുന്ന ബ്ലോഗറാണ്. സിജോ പറഞ്ഞു ടീച്ചറെ ഞാനത് ഇന്നു തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ഒക്കെ വാങ്ങി. ഇവരാരും മതം വിട്ടവരല്ല, ഇവരാരും മുസ്ലിം മതവിശ്വാസിയുമല്ല. ഇവരൊക്കെ നല്ല, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സംഘികളാണ്. ബൈജു VK സംഖ്യ, വിപിൻ ലാൽ സംഖ്യ നിങ്ങളുടെ കണ്ണില്, എരിവും പുളിവും പ്രവീണ് സംഖ്യ, സിജോ നിങ്ങളുടെ കണ്ണിൽ സംഖ്യ, റീന നിങ്ങളുടെ കണ്ണിൽ സംഖ്യ, ലസിത പാലക്കൽ നിങ്ങളുടെ കണ്ണിൽ സംഖ്യ. സംഖ്യകൾക്കുള്ളതുപോലെ മനുഷ്യത്വം, മനുഷ്യരുടെ വേദന തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് ഒരു മുറിയന് സാധിക്കാത്തത്? പറഞ്ഞു പോകുന്നതാ, പറയേണ്ടി വരുന്നതാ, നിങ്ങൾ പറയിപ്പിക്കുന്നതാണ്. എനിക്കിത് പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു മുറിയന് മറ്റൊരാളോട് ഇത്രയും ദയ തോന്നുമോ? സ്വന്തം കാര്യങ്ങൾ പോലെ ചെയ്യാൻ തയ്യാറായി സന്നദ്ധരായി വരുവാണ്. എന്തുകൊണ്ടാ? ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, നാളെ നമുക്ക് ആരോഗ്യമുണ്ടാകണമെന്ന് ഉറപ്പില്ല. അത് സംഘികൾ ആ രൂപത്തിലുള്ള സംസ്കാരം ഫോളോ ചെയ്യുന്നവരാ. എല്ലാവരെയും മതത്തിന്റെ കണ്ണട ഊരിവെച്ച് മനുഷ്യനായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ എല്ലാവർക്കും അങ്ങനെ കഴിയില്ല. അവരുടെ സംസ്കാരം അവരെ സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു, സഹജീവികളുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കാൻ പഠിപ്പിക്കുന്നു. അവരിൽ മതവർഗീയതയില്ലെന്നല്ല പറഞ്ഞത്. ഞാൻ അപ്രോച്ച് ചെയ്ത എല്ലാ ആളുകളും മനുഷ്യന് പ്രാധാന്യം നൽകുന്നവരാ. എന്നിട്ട് ഞാൻ ഹിന്ദു മഹാജനസഭയുണ്ട്, അവരെ വിളിച്ചു, തീർച്ചയായിട്ടും സഹായിക്കാമെന്ന് പറഞ്ഞു. വേറെ ഒന്നും ചോദിക്കുന്നില്ല, പറയുന്നത് ഞാനാണ്, തീർച്ചയായിട്ടും സഹായിക്കാം. BJPയുടെ 2-3 ആൾക്കാരെ വിളിച്ചു, ശരി നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ആലോചിക്കാം. ഒടുവില് സദാനന്ദ മാഷെ വിളിച്ചു. സദാനന്ദ മാഷാണ് കോഴിക്കോടിന്റെ. അദ്ദേഹം നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് നോക്കാം, ടീച്ചറെ ഞാൻ ഇവിടെ വിളിക്കട്ടെ, ഹോസ്പിറ്റലിൽ വിളിക്കട്ടെ, ജയരാജൻ സാർ ഉണ്ട്, നമുക്കറിയുന്ന ആളാണ്, സംസാരിക്കാം. ഇവരൊക്കെ നല്ല രൂപത്തില് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാണ്. ഈ വ്യക്തി അറിയില്ല, ഈ വ്യക്തി ഏത് രാഷ്ട്രീയക്കാരനായിരുന്നു, ഏത് മതമാണ് അദ്ദേഹത്തിൻ്റെത്, ആരും ചോദിച്ചിട്ടില്ല, ചോദിക്കില്ല. അങ്ങനെ ചോദിക്കുന്നത് ആരാ? ഞമ്മന്റെ ആളുകൾ മാത്രമാണ്. ഇത്തരം ക്യാൻസർ പോലെയുള്ള മെസ്സേജുകളും കമന്റുകളും പറയാൻ ഇവർക്ക് മാത്രമേ കഴിയൂ. കാരണം ഇപ്പൊ നാളെ എനിക്കാണ് ഇങ്ങനത്തെ രൂപത്തിലൊരു ബുദ്ധിമുട്ട് വന്നതെങ്കിൽ ഇവരെന്തൊക്കെ പറയുമായിരുന്നു? ഇത് തികഞ്ഞ ഒരു മതവിശ്വാസിക്കാണ് വന്നത്, അതോ അവരുടെ മതം ഫോളോ ചെയ്യുന്ന വ്യക്തിക്കാണ് വന്നത്? ഞാന് ആ വ്യക്തിയെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്നോട് ഈ രൂപത്തിലൊരു വിരോധം ഇവർക്ക് വെച്ച് പുലർത്താൻ കഴിയുന്നെങ്കിൽ ഇവരൊക്കെ ആരാണ്? ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എല്ലാ ആളുകളും നല്ല രൂപത്തിലാണ് റെസ്പോണ്ട് ചെയ്തു. അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുത്ത്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാ. നമ്മുടെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, നമ്മൾ കണക്ക് നോക്കാറില്ല. നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിനുള്ള ഇറച്ചിയോ മീനോ പച്ചക്കറിയോ ഒക്കെ വാങ്ങാൻ പോകുന്നു, നമ്മൾ കണക്ക് നോക്കാറില്ല, അല്ലേ? അതുപോലെ തന്നെയല്ലേ ഉള്ളൂ ഇതും.
നമ്മുടെ മക്കൾക്കൊരു അസുഖം വന്നു, നമ്മൾ ഒരു കണക്ക് നോക്കാറില്ല. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ച് പിച്ച് പറക്കിയെങ്കിലും നമ്മൾ കൊണ്ടുപോയി മക്കൾക്ക് നല്ല ചികിത്സ ഉറപ്പുവരുത്തും. ഈ കുടുംബത്തിന് ആത്മഹത്യയല്ലാതെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. കാരണം ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം, അവർക്ക് കഴിയുന്നില്ല. ഞാനിത് നിങ്ങളോട് പറയുന്നത് രണ്ടുണ്ട് എന്റെ ലക്ഷ്യം. ഒന്ന്, നമ്മുടെ മതവിശ്വാസികൾ ചിന്തിക്കുന്നത് കാരുണ്യത്തിന്റെ മതമാണ്. കുല്ലു മഅറൂഫുൻ സ്വദഖ, എല്ലാ നന്മകളും ഹദിയയാണ്, സമ്മാനമാണ്, സ്വദഖയാണ് എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ വക്താക്കൾ ഖൗലും മഅറൂഫുൻ മിന സ്വദഖ എന്നാ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾക്കൊന്നും സഹായിക്കാനില്ലേ, നല്ല വാക്ക് ധർമ്മമാണ് എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ വക്താക്കൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ ഇവർക്ക് ഏത് കാലത്താണ് ഇവർക്കൊക്കെ വെളിച്ചം വരുന്നത്? എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിനകത്ത് ടൈറ്റിലിൽ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന് സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, അതുപോലെ ഈ വ്യക്തിയെ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണം. അവർക്ക് ഇത് ഒരു സഹായം ചോദിക്കാൻ പോലും ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള ഗഡ്സ് ഇല്ല. അത്രയ്ക്ക് അവർ മാനസികമായി തളർന്നു പോയിരിക്കുന്നു. അവരെ നമ്മൾ കൂടുതൽ തളർത്തരുത്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കാണ് ഇങ്ങനെ വന്നതെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്യില്ലേ? അതുപോലെ എല്ലാവരും ഈ മനുഷ്യനെ ഒന്ന് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുന്നത് ചെയ്യണമെന്നാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്. സായിറാം, ജോജോ, ഗണേഷ്, കണ്ണൻ, ജയശങ്കർ, ഹായ്, എല്ലാവർക്കും നമസ്തേ കേട്ടോ. MN മഹേഷ് ഉണ്ട്, സുനില്, ജിജി, ബിനു, വിനോദ്, ദിനേശ്, എല്ലാവരോടും വളരെ സന്തോഷം. ലത, അനിൽകുമാർ, മുഹമ്മദ് അലി, രമേശ്, ഷെഫിൻ, ശ്യാമളൻ, സിബിച്ചൻ, അജിത്ത്, വിജയൻ, രാജേഷ്, എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ഒരു വിഷമം നിങ്ങളുമായിട്ടൊന്ന് പങ്കു ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്താൽ ഹോസ്പിറ്റലിലെ ബില്ല് ആ പാവങ്ങൾക്കൊന്ന് പേ ചെയ്തിട്ട് ആ മനുഷ്യനെ മെഡിക്കൽ കോളേജിലെങ്കിലും കൊണ്ടുപോകാം. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിന്റെ അവസ്ഥയായിട്ടില്ല, ഇതുവരേക്കും വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കേണ്ട രൂപമായിട്ടില്ല. നമുക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് സ്റ്റെപ്പ് ഡൗൺ ICUലേക്ക് മാറ്റിയത്. എന്നാലും ഈ ഹോസ്പിറ്റലിൽ തുടരാൻ അവർക്ക് പറ്റുന്നില്ല. എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിലും പല തുള്ളി പെരുവെള്ളം കഴിയുന്നതൊക്കെ ചെയ്യണം. അതിലേറെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, ഞങ്ങൾക്ക് ഹലോ സാപ്പിയൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഉടനെ തന്നെ റിജു മെസ്സേജ് ചെയ്തു, ടീച്ചറെ ഞാനൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ടേ. പിന്നെ സുധൻ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം വിളിച്ചു, ടീച്ചറെ ഞാനൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ടേ. എന്നിട്ട് അവർ രണ്ടുപേരും ഗ്രൂപ്പിൽ വന്നിട്ട് എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്നത് ഇന്ന് തന്നെ ചെയ്യും. യുക്തിവാദികളാ. അവരുടെ ഉള്ളിലുള്ള മനുഷ്യത്വത്തിന്റെ ഒരു കണികയെങ്കിലും ഈ മതം നോക്കുന്ന ആളുകൾക്കുണ്ടാകുമോ? മനുഷ്യനാകണം, പച്ചയായ മനുഷ്യനാകണം. മതം എന്തിനാ മനുഷ്യനെ വേർതിരിക്കുന്നത്? അങ്ങനെ മനുഷ്യനായിട്ട് ചിന്തിച്ച് ഈ മനുഷ്യന് വേണ്ടുന്ന സഹായം ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഒപ്പം നിൽക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുവാണോ? സ്നേഹത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുകയാണോ? ഏത് പദമാണ് അവിടെ കംഫർട്ടബിൾ ആയതെന്ന് എനിക്കറിയില്ല. നന്ദി.